നടൻ അല്ലു അർജുനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളോട് പ്രതികരിക്കേണ്ടതില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് നിർദ്ദേശം നൽകി പാർട്ടി നേതൃത്വം. സിനിമാ വ്യവസായവും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള അനാവശ്യ സംഘർഷം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം. പുഷ്പ 2 സിനിമ പ്രീമിയർ ഷോയ്ക്കിടെ അല്ലു അർജുൻ എത്തിയ തിയേറ്ററിലെ തിക്കിലും തിരക്കിലും പെട്ട യുവതി മരിച്ചിരുന്നു. ഇവരുടെ മകൻ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലുമാണ്. കേസ് കോടതിയിലാണെന്നും ഇത് സംബന്ധിച്ച് കോൺഗ്രസ് നേതാക്കൾ പൊതുപരിപാടികളിലോ മാധ്യമങ്ങളിലോ പ്രതികരിക്കരുതെന്നുമാണ് പാർട്ടിക്കുള്ളിൽ നൽകിയ നിർദ്ദേശം. തെലുങ്ക് സിനിമ വ്യവസായം, പുഷ്പ 2, അല്ലു അർജുൻ, മറ്റു താരങ്ങൾ എന്നിവരെ കുറിച്ച് ആരോപണങ്ങളോ വിമർശനങ്ങളോ വിവാദ പരാമർശങ്ങളോ നടക്കരുതെന്നാണ് കോൺഗ്രസ് തെലങ്കാന സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പാർട്ടി നേതൃത്വത്തിന്റെ അനുമതിയില്ലാതെ നേതാക്കൾ വിഷയവുമായി ബന്ധപ്പെട്ട ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കരുതെന്നും നിർദ്ദേശിച്ചു. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ അധ്യക്ഷതയിൽ സിനിമാ മേഖലയിലെ പ്രതിനിധികളുമായി ഇന്ന് യോഗം വിളിച്ചിട്ടുണ്ട്. തെലങ്കാന PCC അധ്യക്ഷൻ മഹേഷ് ഗൌഡ, ഉപമുഖ്യമന്ത്രി ബാട്ടി വിക്രമാർക, മന്ത്രിമാരായ ഉത്തം കുമാർ റെഡ്ഡി, പൊൻ ഗുലേട്ടി ശ്രീനിവാസ് റെഡ്ഡി, ദാമോദർ രാജ നരംസിംഹ, കൊമട്ടി റെഡ്ഡി, വെങ്കട്ട് റെഡ്ഡി, പൊന്നം പ്രഭാകർ എന്നിവരും യോഗത്തിനെത്തുമെന്നാണ് വിവരം. പ്രീമിയർ ഷോയ്ക്കിടെ യുവതി മരിച്ച സംഭവത്തിൽ നടൻ അല്ലുവിനെ തെലങ്കാന പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു. കഴിഞ്ഞ ദിവസം അല്ലുവിന്റെ ബൗൺസർ ആന്റണിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ബൗൺസർമാർ ആരാധകരെ തള്ളുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതേസമയം പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ കുടുംബത്തിന് ധനസഹായവുമായി അല്ലു അർജുനും നിർമ്മാതാക്കളും രംഗത്ത് വന്നു. 2 കോടി രൂപയുടെ ധനസഹായമാണ് അല്ലു അർജുന്റെ പിതാവും നിർമ്മാതാവുമായ അല്ലു അരവിന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കുട്ടി സുഖം പ്രാപിക്കുന്നുവെന്നും ഇപ്പോൾ വെന്റിലേറ്റർ സഹായമില്ലാതെ ശ്വസിക്കാൻ കഴിയുന്നുണ്ടെന്നും അറിഞ്ഞത് വലിയ ആശ്വാസമാണെന്നും അല്ലു അരവിന്ദ് മാധ്യമങ്ങളോട് പറഞ്ഞു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയെ മുതിർന്ന നിർമ്മാതാവ് ദിൽരാജ് ഉൾപ്പെടെയുള്ളവർ സന്ദർശിച്ചിരുന്നു. കുട്ടിയുടെ കുടുംബത്തെ സന്ദർശിച്ചിരുന്നു എന്ന ചോദ്യത്തോട് നിയമപരമായ പ്രശ്നങ്ങൾ കാരണം എനിക്ക് കുടുംബവുമായി ബന്ധപ്പെടാൻ കഴിയില്ലെന്നായിരുന്നു അല്ലു അരവിന്ദിന്റെ പ്രതികരണം. പോലീസ് അനുമതിയോടെയാണ് 10 ദിവസം മുൻപ് ഒരിക്കൽ ഞാൻ അദ്ദേഹത്തെ സന്ദർശിച്ചതെന്നും അല്ലു അർജുന്റെ പിതാവ് കൂട്ടിച്ചേർത്തു. വിഷയത്തിൽ സർക്കാരുമായി കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കുന്നുണ്ടെന്ന് ദിൽരാജുവും വ്യക്തമാക്കി. അതേസമയം സംഭവത്തിൽ അല്ലു അർജുനെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുകയാണ് സർക്കാർ. നരഹത്യാ കേസിൽ പ്രതിയായ അല്ലു അർജുനെ കഴിഞ്ഞ ദിവസം ഹൈദരാബാദ് പോലീസ് 3 മണിക്കൂറോളമാണ് ചോദ്യം ചെയ്തത്. അല്ലു അർജുനൊപ്പമുണ്ടായിരുന്ന ബൗൺസർമാർ സിനിമ കാണാനെത്തിയവരെ നേരിടുകയും മരിച്ച രേവതിയെ തൂക്കിയെടുത്തു കൊണ്ടുപോകുകയും ചെയ്യുന്ന ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിട്ടിരുന്നു.